മക്കളെ എല്ലാവർക്കും ആസ്പിറേഷൻ നീറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഇന്ന് നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ്, ആദ്യത്തെ വീഡിയോ ആണ് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ നമ്മുടെ എയിം എന്ന് വെക്കുന്നത് നീറ്റ് 2023 ആണ് മക്കളെ. അപ്പോൾ നിങ്ങളെ കൈ പിടിച്ച് കയറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ചാപ്റ്റർ 2, ബയോളജിയുടെ ചാപ്റ്റർ 2, 12ാം ക്ലാസ്സിൻ്റെ ചാപ്റ്റർ 2, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് മക്കളെ. നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ്. വളരെ എളുപ്പമായിട്ടുള്ള ചാപ്റ്ററാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ്സ് പഠിക്കാൻ പറ്റും മക്കളെ. ഫുൾ മാർക്ക് ഈ ഒരു സെക്ഷനിൽ നേടാൻ പറ്റും മക്കളെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഈ ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ മക്കളെ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് തുടങ്ങാം. ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഫ്ലവർസിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഫ്ലവർ എന്ന് പറയുന്നത്? ഫ്ലവർ, പുഷ്പം, പൂവ് എല്ലാം അറിയാം. അപ്പോൾ നമ്മുടെ ബയോളജിക്കകത്ത് നമ്മൾ നോക്കിയാൽ ഫ്ലവേഴ്സിന് ബയോളജിക്കലി നമുക്ക് 4 പാർട്സ് ഉണ്ട് മക്കളെ. 4 പാർട്സ്. ഏതൊക്കെയാണ് പാർട്സ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് കാലിക്സ് ആണ് മക്കളെ. കാലിക്സ് ആണ്. രണ്ടാമത്തെ പാർട്ട് കൊറോള്ളയാണ്. മൂന്നാമത്തെ പാർട്ട് എന്താണ് മക്കളെ? ആൻട്രീഷ്യമാണ്. നാലാമത്തെ പാർട്ട് എന്താണ് മക്കളെ? ഗൈനീഷ്യമാണ് മക്കളെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 പാർട്ടുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിടികിട്ടിയല്ലോ മക്കളെ. ഓക്കെ, നമുക്കത് ഓരോന്നായി പഠിക്കാം മക്കളെ. ഇന്ന് നമ്മൾ ഈ ഒരു 4 ഫ്ലവറിൻ്റെ 4 പാർട്സ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ്. അപ്പം നിങ്ങൾ ഇതുവരെ തുടങ്ങിയില്ലെങ്കിൽ ഇതിനെയും കാട്ടി ബെസ്റ്റ് ടൈമിംഗ് ഒരിക്കലും കിട്ടത്തില്ല മക്കളെ. ബുക്കും പേനയും എടുത്തുകൊള്ളൂ. ഈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇൻട്രൊഡക്ഷൻ എഴുതിക്കോളൂ. ഈ ഒരു സ്ലൈഡിൽ കിടക്കുന്നത് എഴുതിക്കോളൂ മക്കളെ. നമുക്ക് പറത്തി പഠിക്കാം മക്കളെ. ആദ്യത്തത് കാലിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം മക്കളെ. കാലിക്സ് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് മക്കളെ. കാലിക്സ് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് മക്കളെ. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് wall of floral appendages. ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ഫ്ലോറൽ അപ്പൻഡേജസ് എന്ന് എഴുതിയിട്ടുണ്ട് മക്കളെ. ഫ്ലോറൽ അപ്പൻഡേജസ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് മക്കളെ. അപ്പോൾ അത് നോക്കിക്കോളും മക്കളെ. ഇവിടെ വോൾ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ലെയർ എന്ന് എഴുതാം മക്കളെ. ഓക്കെ, ലെയർ എന്ന് എഴുതാം മക്കളെ. ഫ്ലോറൽ അപ്പൻഡേജസ് എന്ന് പറയുന്നത് ഫ്ലോറൽ എന്ന് പറഞ്ഞാൽ ഫ്ലോറ, ഫോണ ഒക്കെ കണ്ടിട്ടുള്ളൂ മക്കളെ. ഫ്ലോറൽ എന്ന് പറയുന്ന ഫ്ലവർ ആണ് മക്കളെ. ഫോണ എന്ന് പറയുന്ന ആനിമൽ, ഫ്ലോറ എന്ന് പറയുന്നത് ഫ്ലവർ ആണ് മക്കളെ. അപ്പൻഡേജസ് എന്താണ് മക്കളെ? സ്ട്രക്ചർ ആണ് മക്കളെ. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഡെഫിനേഷൻ ഉണ്ടാക്കിയല്ലോ. എന്താണ് മക്കളെ കാലിക്സ് എന്ന് പറയുന്നത്? ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ഫ്ലവർ സ്ട്രക്ചർ, അല്ലെങ്കിൽ ഓഫ് ഫ്ലവർ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? ലെറ്റ്സ് ഗോ. അടുത്തതാണ് നമ്മുടെ ഇൻഡിവിജ്വൽ പാർട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ എല്ലാ ഫ്ലവറിൻ്റെ അകത്തും എല്ലാ ഫ്ലവറിലെ കാലക്സിലും ഇൻഡിവിജ്വൽ പാർട്സ് ഉണ്ട്. ഇൻഡിവിജ്വൽ പാർട്സ് ഓഫ് കാലക്സ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് കാലക്സ് എന്ന് പറയുന്നത് ഈസ് സെപ്പൽ ആണ് മക്കളെ. പിടികിട്ടിയല്ലോ മക്കളെ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഫസ്റ്റ് ലെയർ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ പഠിച്ചു. ബിക്കോസ് ഞാൻ നിങ്ങൾക്ക് എളുപ്പമായിട്ടാണ് പറഞ്ഞു തന്നത്. എന്താണ് കാലിക്സ് എന്ന് പറയുന്നത്? കണ്ണുപൂട്ടി പറയാം. കാലിക്സ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? കാലിക്സ് എന്ന് പറയുന്നത് ദ ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ഫ്ലവർ സ്ട്രക്ചർ എന്ന് പഠിച്ചാൽ മതി, ഫുൾ മാർക്ക് കിട്ടും.
അതിൽ നിന്ന് അത്ര വലുതായിട്ട് ചോദിക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളെ ഈ ചാപ്റ്ററിൽ പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇൻഡിവിജ്വൽ പാർട്ടിനെ നമ്മൾ എന്ത് പിടിക്കും മക്കളെ, എന്ത് പറയും മക്കളെ? ഇൻഡിവിജ്വൽ പാർട്സ് ഓഫ് കാലിക്സ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് കാലിക്സ് എന്ന് പറയുന്നത്, ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് കാലിക്സ് ഈസ് സെപ്പൽ അല്ലേ മക്കളെ? ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് കാലിക്സ് ഈസ് സെപ്പൽ. ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് കാലിക്സ് ഈസ് സെപ്പൽ. എളുപ്പം, സിമ്പിൾ. അടുത്ത ലെയറിലേക്ക് കടക്കാം മക്കളെ. അടുത്ത ലെയർ ആണ് കൊറോള. മക്കളെ എന്താണ് കൊറോള എന്ന് പറയുന്നത്? നമ്മൾ ഔട്ടർ മോസ്റ്റ് ലെയർ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ലെയർ പഠിച്ചു കഴിഞ്ഞു. ഇത് കുറച്ചും കൂടി ഇന്നർ ആയിട്ടുള്ള ലെയറിനെയാണ് വിളിക്കുന്നത് എന്ത്? കൊറോള എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കോളൂ, ദ സെക്കൻഡ് വോൾ ഓഫ് ഫ്ലോറൽ അപ്പൻഡേജസ്. അപ്പം നിങ്ങൾ വിചാരിക്കണമായിരിക്കും ഇത് ഫസ്റ്റ് ആയിരിക്കുമെന്ന്. അല്ല മക്കളെ, ഇത് തേർഡ് ആണ്. അപ്പോൾ ഇത് സെക്കൻഡ് ആണ്, അടുത്ത വരുന്നതാണ് ദ ഫസ്റ്റ് വൺ. ഓക്കെ, അപ്പോൾ കൊറോള എന്ന് പറയുന്ന സെക്കൻഡ് വോൾ അല്ലെങ്കിൽ സെക്കൻഡ് ലെയർ ഓഫ് സ്ട്രക്ചർ ഓഫ് ഫ്ലവർ സ്ട്രക്ചർ. അതിന് ലൊക്കേഷൻ എവിടെയാണ് മക്കളെ? അതിന് ലൊക്കേഷൻ എവിടെയാണ് കൊടുത്തിരിക്കുന്നത് മക്കളെ? അതിന് ലൊക്കേഷൻ എവിടെയാണ് മക്കളെ കൊടുത്തിരിക്കുന്നത്? നോക്കിക്കോളൂ, ഇന്നർ കാലക്സിൽ. കണ്ടോ? ഇന്നർ റൈസസ് അറ്റ് ഇന്നർ ടു റൈസസ് ഇന്നർ ടു ദ കാലക്സ് എന്ന് എഴുതിയിരിക്കുന്നില്ലേ? അപ്പോൾ ഈ കാലക്സിന്റെ അകത്തിലുള്ള സ്ട്രക്ചറാണ്, അകത്തേക്കുള്ള സ്ട്രക്ചറിനെ എന്ത് പറയുന്നത്? കൊറോള എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ, കാലക്സിന്റെ ലൊക്കേഷനാണ് മക്കളെ ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. അപ്പോൾ ആ വെളിയിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിടികിട്ടിയല്ലോ മക്കളെ? നമുക്ക് അടുത്തയിലേക്ക് കടക്കാം. ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് കൊറോള. നമുക്ക് അടുത്ത് നോക്കാനുള്ള ഇൻഡിവിജ്വൽ പാർട്ട്. അപ്പോൾ ഈ രണ്ടെണ്ണത്തെ ഇൻഡിവിജ്വൽ പാർട്ട് ഉണ്ട്. ആദ്യത്തെ ഇൻഡിവിജ്വൽ പാർട്ട് ഉണ്ട്, രണ്ടാമത്തെ ഇൻഡിവിജ്വൽ പാർട്ട് ഉണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് എന്താണ് മക്കളെ? ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് കൊറോള. ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് കൊറോള എന്താണ് മക്കളെ? ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് കൊറോള എന്ന് പറയുന്നത് എന്താണ്? പെറ്റൽസ്. പെറ്റൽസ് കണ്ടിട്ടുണ്ടാ? പെറ്റൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടില്ലെന്ന് നിങ്ങളെ കണ്ടിട്ടുണ്ട്, ചുമ്മാ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പെറ്റൽസ് എന്ന് പറയുന്ന മക്കളെ നോക്കിയോ, നമ്മളൊരു ഫ്ലവർ, ഇതൊരു ഫ്ലവറാണ്. എൻ്റെ ഡ്രോയിങ് വെറും ഒരു വൃത്തിയായിട്ട ഡ്രോയിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വെറുതെ ഒന്ന് വരച്ച് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നോക്കിക്കോളൂ, ഇത് ഫ്ലവറാണ് മക്കളെ. ഇത് നിങ്ങൾ കണ്ട ഫ്ലവറാണ്. അപ്പോൾ ഈ ഫ്ലവറിലെ ഈ ഭാഗങ്ങൾ കണ്ടില്ലേ? നമ്മളിങ്ങനെ പറിച്ച് നമുക്ക് ചുമ്മാ അസുഖം ഉണ്ടല്ലേ പറിച്ച് കളയാന്ന്. ആ പറിച്ച് കളയുന്ന സാധനത്തിനെയാണ് എന്ത് പറയുന്നത് മക്കളെ? പെറ്റൽസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയറിനെയാണ് എന്ത് പറയുന്നത്? എന്തു പറയുന്നത് മക്കളെ? കാലിക്സ് എന്ന് പറയുന്നത്. എന്തു പറയുന്നത്? കാലിക്സ് എന്ന് പറയുന്നത്. പിടികിട്ടിയല്ലോ മക്കളെ? കാലിക്സ് എന്ന് നമ്മൾ വിളിക്കുന്ന പ്രൊട്ടക്റ്റീവ് ലെയർ. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു പൂ വരച്ചു, അതിൽ ഇത് എന്താണ്? പെറ്റൽസ്. അതിലെ എന്താ ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയറിനെ എന്ത് വിളിക്കുന്നു മക്കളെ? കാലിക്സ് എന്ന് വിളിക്കുന്നു. കാലിക്സിന്റെ അകത്തുള്ളതിനെ എന്ത് വിളിക്കുന്നു മക്കളെ? കാലിക്സിന്റെ അകത്തുള്ളതിനെ ഇന്നർ കാലിക്സ്. അതിനെന്ത് വിളിക്കുന്നു മക്കളെ? ഇന്നർ കാലിക്സ് വിളിക്കുന്നത് എന്താണ്? പെട്ടെന്ന് ഇന്നർ കാലിക്സ് വിളിക്കുന്നത് എന്താണ്? കൊറോള. ഓക്കെ, കൊറോള. പിടികിട്ടിയല്ലോ, കൊറോള. അപ്പോൾ അടുത്തയിലേക്ക് ഇറങ്ങാം. അപ്പോൾ കണ്ടല്ലോ, second roll of floral appendages that arises inner to the calyx. Individual part of corolla is എന്താണ്? പെറ്റൽസ് എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് കടക്കാം മക്കളെ. ആൻഡ്രീഷ്യം. എന്താണ് മക്കളെ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്? മെയിൻ ലെയർ അല്ലെങ്കിൽ മെയിൽ ലെയർ കൺസിസ്റ്റിംഗ് ഓഫ് സ്റ്റേമൻസ്. ഓക്കെ, നോക്കിയോളൂ, നമ്മുടെ ഒരു ഫ്ലവറിൻ്റെ അകത്ത് തന്നെ ഞാൻ പറഞ്ഞു, ഒരു ഫ്ലവറിൻ്റെ അകത്ത് തന്നെ 4 പാർട്ടുണ്ട് മക്കളെ. 4 പാർട്ടിനെ 4 ലെയറാണെന്ന് വിളിക്കാം മക്കളെ. ആ ലെയറിന് ഒരു ഫ്ലവറിൻ്റെ അകത്ത് 2 ലെയർ ഉണ്ട്, ഫീമെയിൽ
പിന്നെ മെയിൽ. ഓക്കെ, 2 ലെയർ ഉണ്ട്. അതിലെ മെയിൽ ലെയറിനെ വിളിക്കുന്നതിന് എന്ത്? ആൻഡ്രോഷ്യ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെയർ ആണ്. ബിക്കോസ് ഈ ലെയറിൻ്റെ അകത്താണ് എന്ത് കൺസിസ്റ്റ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്ന ഒരു സാധനം കൺസിസ്റ്റ് ചെയ്യുന്നത്. എന്താണ്? ആന്തർ. അതിനു മുമ്പ് ആന്തർ കൺസിസ്റ്റ് ചെയ്യുന്ന എന്താണ്? ആന്തറിനെ കൺസിസ്റ്റ് ചെയ്യുന്ന ആരാണ്? സ്റ്റേമെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈച്ച് സ്റ്റേമൻ കൺസിസ്റ്റ് ഓഫ് ആന്തർ, ഫിലമെന്റ് ആൻഡ് കണക്റ്റീവ്. ഓക്കെ, അപ്പോൾ നോക്കിക്കോ മെയിൽ ഫ്ലോൾ കൺസിസ്റ്റിംഗ് ഓഫ് സ്റ്റേമെൻസ്. അപ്പോൾ ഇവിടെ എളുപ്പമായിട്ട് പഠിക്കാം. മെയിൽ ലെയർ കൺസിസ്റ്റിംഗ് ഓഫ് സ്റ്റേമെൻസ് ഇസ് നോൺ ആസ് എന്ത് മക്കളെ? ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈച്ച് സ്റ്റേമൻ കൺസിസ്റ്റ് ഓഫ് എന്താണ്? നമ്മുടെ പോളൻ റിലീസ് ചെയ്യുന്ന സാധനം എന്ത്? ആന്തർ എന്ന് പറയുന്നത്. ആന്തർ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫിലമെന്റ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്താണ്? കണക്റ്റീവ് കൺസിസ്റ്റ് ചെയ്യുന്നത്. ആ സ്ട്രക്ചറിൽ എന്തൊക്കെയാണ്, സ്റ്റേമൻ സ്ട്രക്ചറിൽ എന്തൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇതൊന്ന് നോക്കിയാലോ. നമ്മുടെ എന്താണ് ഒരു ടിപ്പിക്കൽ സ്റ്റേമൻ എങ്ങനെയാണ്? ഡ്രോയിങ് ഷീറ്റാണ്, അറിയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. എങ്ങനെയാണ് നമ്മുടെ ഒരു ടിപ്പിക്കൽ സ്റ്റേമൻ ഇരിക്കുന്നത്. ഓക്കെ, ഒരു ടിപ്പിക്കൽ സ്റ്റേമൻ ഇതിൽ ഏതൊക്കെയാണ് എന്തൊക്കെയെന്ന് പറഞ്ഞു തരാം മക്കളെ. ഈ ഒരു പാർട്ട് കണ്ടോ മക്കളെ? ഈ ഒരു പാർട്ടിനെ വിളിക്കുന്നത് എന്ത്? ആന്തർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ ഒരു പാർട്ടിനെ എന്താണ് മക്കളെ വിളിക്കുന്നത്? ഫിലമെന്റ്. ഈ ഒരു ലോങ് സംഭവം കണ്ടോ, വലിയ വയർ പോലത്തെ സാധനം, ഫിലമെന്റ്. ഓക്കെ, താഴെ ഇരിക്കുന്ന സംഭവത്തിനെ ഓവറി. ഓക്കെ, പിന്നെ ഈ ആന്തറിനെ ഈ കണക്ട് ചെയ്യുന്ന ഈ രണ്ട് സംഭവം കണ്ടോ, അതിനാണ് കണക്റ്റീവ് എന്നവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയോ മക്കളെ, ഫിലമെന്റ് എന്താണ് മക്കളെ? ഇവിടെ നോക്കി തന്നെ എഴുതാം. ലോങ് സ്ലെൻഡർ എന്ന് വെച്ചാൽ ഒരു ഇറഗുലർ ഷേപ്പ്, നീണ്ട ഇറഗുലർ ഷേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. സ്ലെൻഡർ സ്ട്രക്ചറാണ്. ഓവറി താഴെയാണ്. ഓക്കെ, കണക്റ്റീവ് കണക്ട് ചെയ്യുന്നതാണ്. ആന്തർ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടിപ്പിക്കൽ സ്റ്റേമൻ എന്ന് പറയുന്നത്. പിടിയിട്ടല്ലോ, ഒരു ടിപ്പിക്കൽ സ്റ്റേമൻ. അടുത്ത മക്കളെ, അടുത്താണ് ഗൈനീഷ്യം എന്ന് പറയുന്നത്. ഗൈനീഷ്യം നമ്മുടെ അവസാനത്തെ ലാസ്റ്റ് പ്രൊട്ടക്റ്റീവ്. ഓക്കെ, ലാസ്റ്റ് ലെയർ, പ്രൊട്ടക്റ്റീവ് ലെയർ എന്നല്ല, ലാസ്റ്റ് ലെയർ. അപ്പോൾ നമ്മൾ ഏതൊക്കെ ലെയർ ഇതുവരെ പഠിച്ചു? ആദ്യത്തെ ലെയർ പഠിച്ചത് കാലിക്സ്. രണ്ടാമത്തെ ലെയർ പഠിച്ചത് എന്താണ് മക്കളെ? കൊറോള. മൂന്നാമത്തെ ലെയർ പഠിച്ചത് എന്താണ് മക്കളെ? ആൻഡ്രീഷ്യം. നാലാമത്തെ ലെയർ അടുത്ത പഠിക്കാൻ പോകുന്നത് എന്താണ് മക്കളെ? ഗൈനീഷ്യം. ഓക്കെ, അപ്പോൾ കാലിക്സ് പഠിച്ചു, കൊറോള പഠിച്ചു, ആൻഡ്രീഷ്യം പഠിച്ചു. ഇവിടെ ആൻഡ്രീഷ്യത്തിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ് മക്കളെ? ആൻഡ്രീഷ്യത്തിൽ അത് പറഞ്ഞ കാര്യം എന്താണ്? ആൻഡ്രീഷ്യോ എന്ന് പറയുന്നത് മെയിൽ ലെയർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഗൈനീഷ്യം എന്തായിരിക്കും? ഫീമെയിൽ ലെയർ. ഇവിടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ലെയർ എന്ന് വരും കേട്ടോ, അറിയാമല്ലോ നിങ്ങൾക്ക്, റീപ്രൊഡക്റ്റീവ് ലെയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയോ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ലെയറിനെയാണ് എന്ത് വിളിക്കുന്ന മക്കളെ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ലെയറിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ലെയറിനെയാണ് എന്ത് വിളിക്കുന്ന മക്കളെ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ലെയർ അല്ലേ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ലെയറിനെയാണ് എന്ത് വിളിക്കുന്നത്? എന്താണ് ലെയറിനെ എന്ത് വിളിക്കുന്നത്? എന്താണ്? ഗൈനീഷ്യം എന്ന് വിളിക്കുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് ലെയറിനെ എന്ത് വിളിക്കും? ആൻഡ്രീഷ്യം എന്ന് വിളിക്കും. അപ്പോൾ ഈ ആൻഡ്രീഷ്യോയും ഗൈനീഷ്യോ ഓർത്ത് വെച്ചോണം. നമ്മൾ സെക്കൻഡ് പാർട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അതിൽ നിന്നാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്, മനസ്സിലായി? അതിൽ നിന്നാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് ഗൈനീഷ്യം ഇസ് കോൾഡ്, ഇവിടെ ഇൻഡിവിജ്വൽ പാർട്ട്. അപ്പം 3 സ്ഥലത്ത് നമുക്ക് ഇൻഡിവിജ്വൽ പാർട്സ് ഉണ്ട്. എവിടെയൊക്കെയാണ് മക്കളെ?
ആദ്യത്തത് കാലിക്സിൻ്റെ അകത്ത് സെപ്പൽ വരും. മൂന്നാമത്തത് എവിടെ കൊറോളയിലേക്ക് പെറ്റൽസ് വരും. ആൻഡ്രീഷ്യത്തിൽ ഇല്ല. ഓക്കെ, സ്റ്റേമൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ളതാണ്, ഇൻഡിവിജ്വൽ പാർട്ടല്ല. പിന്നെ ലാസ്റ്റ് വരുന്ന എവിടെയാണ്? ആൻഡ്രീഷ്യത്തിനകത്ത് ഇല്ല. അപ്പോൾ ലാസ്റ്റ് വരുന്ന എവിടെയാണ്? ഗൈനീഷ്യത്തിൻ്റെ അകത്താണ്. ഗൈനീഷ്യത്തിൻ്റെ അകത്ത് 3 ലെയറാണുള്ളത്, 3 ഇൻഡിവിജ്വൽ പാർട്ടാണുള്ളത്. കൊറോള അല്ല, എവിടെയൊക്കെയാണ്? കാലിക്സിൽ, കൊറോളയ്ക്കകത്ത്, പിന്നെ ഗൈനീഷ്യത്തിനകത്ത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇൻഡിവിജ്വൽ പാർട്ടിനെ എന്താണ് മക്കളെ വിളിക്കുന്നത്? ഇവിടുത്തെ ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് ഗൈനീഷ്യം ഈസ് കോൾഡ് കാർപ്പൽ ഓർ പിസ്റ്റൽ. ഈ 2 സ്ട്രക്ചറിൽ ഈ ഒരു ഇൻഡിവിജ്വൽ പാർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കൂടുതൽ ഇതിനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. പിടികിട്ടിയല്ലോ മക്കളെ? അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഇത്രയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് നമുക്ക് നോക്കാം മക്കളെ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ 3 ലെയറുകൾ പഠിച്ചു അല്ലേ? 4 ലെയറുകൾ പഠിച്ചു. കാലിക്സ്, കൊറോള. കാലിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ്. ഇത് കുറേ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ. ഓക്കെ, ഔട്ടർ എഴുതാം ഞാൻ. മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ. ഓക്കെ, കൊറോള എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ലെയർ ലൊക്കേറ്റഡ് ഇൻസൈഡ് എന്താണ്? ലെയർ ഇൻസൈഡ് കാലിക്സ്. ഓക്കെ, ആൻഡ്രീഷ്യം എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ്. എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ലെയർ. ഗൈനീഷ്യം എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ലെയർ. ഓക്കെ, സിമ്പിളായിട്ട് ഈ 4 ലെയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ എന്താണ് ടോപ്പിക്സ് ഇത്രയായിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ ലെങ്ത് കൂട്ടി പോകുന്നതാണ്. ബിക്കോസ് നമ്മൾ പെട്ടെന്ന് തന്നെ കവർ ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ അടുത്ത എപ്പിസോഡ് ചിലപ്പോൾ ഇത് ഞങ്ങാട്ട് നല്ല വലുതായിരിക്കും. നമ്മളിപ്പം ചാപ്റ്റർ തീർത്തൊന്നും വേണമെങ്കിൽ വരും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് എന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.